ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആഹാബിൻ്റെ മകൻ യോറാം പിന്നീട് ഭരണമേൽക്കുകയാണ്. 12 വർഷം അദ്ദേഹം അവിടെ ഭരണം നടത്തി. അദ്ദേഹം ദൈവസന്നിധിയിൽ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ തിന്മകൾ പ്രവർത്തിച്ചു. തൻ്റെ അപ്പൻ ആഹാബ് ഉണ്ടാക്കിയതായ ബേൽബാബിൻ്റെ ആ പ്രതിമയൊക്കെ അദ്ദേഹം തകർത്ത് കളഞ്ഞുവെങ്കിലും യെരോബെയാം നേരത്തെ ആരംഭിച്ചതായ പാപം വിഗ്രഹാരാധന അവിടെ തുടർന്നു വന്നു. ഈ സമയത്താണ് മോവാബ് രാജാവ് ഇസ്രായേൽ ജനത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിലെ രാജാവായ യോറാം ശമരിയ ദേശത്തെ രാജാവായ യഹോശാഫാത്തിനെ പോയി കാണുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരു ജനമാണ്, നമ്മൾ രണ്ടായിട്ട് നിൽക്കുന്നുവെങ്കിലും മോവാബിയർ നമ്മളോട് യുദ്ധത്തിന് വരികയാണ്, നമ്മളവരെ എതിർക്കേണ്ടതാണ്, നീ എന്നോട് കൂടി ഉണ്ടാവണം. അങ്ങനെ അവർ ധാരണയിലായി. അവർ അതിനുവേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകുന്നതായി നമ്മളും ഇവിടെ കാണുന്നുണ്ട്. ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാത്ത ഒരു വലിയ സാഹചര്യമുണ്ടാകുന്നു. ഈ കുടിക്കുവാൻ വെള്ളമില്ലാത്ത വലിയ പ്രതിസന്ധിയെ നേരിട്ടതായ സമയത്ത് അവിടെ അവർ ചോദിക്കുന്നു, ഈ നാട്ടിലെങ്ങാനും വല്ല പ്രവാചകന്മാരുണ്ടോ? യഹോശാഫാത്ത് ചോദിക്കുന്നു, ഇവിടെ പ്രവാചകന്മാർ വല്ലതുമുണ്ടോ? എപ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നതായ രീതി. അതുവരെ ദൈവത്തെ അന്വേഷിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വരുന്നു. അതല്ല വിശ്വാസികളുടെ ലക്ഷണം. എല്ലായ്പ്പോഴും സ്വസ്ഥമായ ജീവിതം നയിക്കുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥമായ ശുശ്രൂഷ മനോഭാവം, യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അന്നേരം അവിടെ ഒരാൾ പറയുന്നു, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശ ഇവിടെയുണ്ട്. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശ എന്ന് പറഞ്ഞാൽ ഏലിയാവിനെ ശുശ്രൂഷിച്ച ഒരു പ്രവാചകൻ ഇവിടെയുണ്ട്. ഏലിയാവ് അവർക്ക് ആ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ദൈവികമായ വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകനെ മരണം വരെയും അല്ലെങ്കിൽ താൻ എടുക്കപ്പെടുന്നത് വരെയും ശുശ്രൂഷിച്ചതായ ഒരു പ്രവാചകനായിരുന്നല്ലോ ഏലീശ. നമുക്കറിയാം ഏലിയാവിനെ കഴിഞ്ഞ അധ്യായത്തിൽ ഏലിയാവിൻ്റെ ആ സ്വർഗാരോഹണം വരെ അദ്ദേഹം എടുക്കപ്പെടുന്നത് വരെയും ഏലിയാവ് തന്നെ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇങ്ങനെ വരേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരും. നിൻ്റെ ഇരട്ടി ആത്മാവിനെ എനിക്ക് ലഭിക്കണം, അതാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇരട്ടി ആത്മാവിനെ ലഭിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശുശ്രൂഷാ മനോഭാവത്തിലേക്ക് വരുന്നവരാണ്. അവരൊരിക്കലും ഒരു പ്രവാചകൻ എന്ന രീതിയിൽ ആ ഒരു സ്ഥാനത്തിനു വേണ്ടി ഏലീശ ചെയ്തതല്ല. അത് ആ സ്ഥാനം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഏലിയാവിനെ ശുശ്രൂഷിച്ചത് നമ്മൾ ഓർക്കണം. ഏലിയാവിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. ഇനി തന്നെ ദൈവം പ്രവാചകനായി നിയമിച്ചു എങ്കിലും അദ്ദേഹം ആ വലിയ ശുശ്രൂഷാ മനോഭാവത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏലീശ പറയുന്നു, യഹോശാഫാത്ത് ഏലിയാവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷേ യഹോശാഫാത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലായിരുന്നു. യഹോശാഫാത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ്, നല്ലൊരു രാജാവാണ്. തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ നിന്നൊക്കെ വ്യത്യസ്തനായി. യഹൂദ രാജാക്കന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അതിലെ ഒരു 95% രാജാക്കന്മാരും ബിംബാരാധികളും ദൈവത്തെ പ്രകോപിപ്പിച്ചവരുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായുള്ള ഒരു രാജാവായിരുന്നു ഈ യഹോശാഫാത്ത്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഏലീശ പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഒരു ദേശത്ത് ഒരാളെങ്കിലും നല്ലവരായിട്ടുണ്ടെങ്കിൽ
അവരുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാവുന്നതാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി യഹോവയായ ദൈവത്തിന് മുൻപാകെ അബ്രാഹാം നടത്തുന്നതായ ഒരു ബാർഗെയിനിങ് ഉണ്ട്. ദൈവമേ, 50 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നീ നശിപ്പിക്കരുത്, 40, 30, 20, അവസാനം 10 പേരുണ്ടെങ്കിലും നീ ആ പട്ടണത്തെ നശിപ്പിക്കരുതെന്ന് അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ ഇത് സന്നദ്ധനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഒരു ദേശത്തായാലും സഭയിലായാലും സമൂഹത്തിലായാലും നല്ലവരായ ആളുകളുണ്ടെങ്കിൽ അവരെ പ്രതി ദൈവം അവിടെയുള്ള ശിക്ഷകളിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കുമെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ എലീശായുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏലിയാവിനെ അവൻ പരിചരിച്ചു എന്നുള്ളതാണ്. ആ ശുശ്രൂഷ മനോഭാവം അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഇങ്ങനെയായിരിക്കണം. സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എവിടെയായിരുന്നാലും ശുശ്രൂഷ മനോഭാവമാണ് കർത്താവ് നമുക്ക് മാതൃകയായി കാട്ടിത്തന്നത്. ആ ശുശ്രൂഷ മനോഭാവമുള്ളവരുടെ കൂടെയാണ് ദൈവമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യോശുവ മോശയെ സ്നേഹത്തോടെ പരിചരിച്ചു. അതുകൊണ്ടാണ് അതിന് ശേഷം യഹോവയായ ദൈവം യോശുവയെ അവിടെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ തീമോത്തിയോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം വരെ പൗലോസിനെ പിന്തുടർന്ന് സ്നേഹിച്ച ശുശ്രൂഷിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് മിസ്റ്റർ പൗലോസ് പറഞ്ഞത് എൻ്റെ മകൻ തീമോത്തിയോസ് എന്നാണ് പറഞ്ഞത്. അത്രമാത്രം പൗലോസിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും പൗലോസിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പമായിരുന്ന ഒരാളാണല്ലോ തീമോത്തിയോസ്. അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥാനത്തായിരുന്നാലും ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടിയും പ്രവർത്തിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുക. ഭവനത്തിലാണേലും പ്രായമുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹമായിട്ട് വരുന്നതെന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ എലീശ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, അല്ലെങ്കിൽ സങ്കീർത്തനം പാടുന്ന അല്ലെങ്കിൽ വീണ വായിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ വീണ വായിക്കട്ടെ. അപ്പോൾ അവൻ വീണ വായിക്കുമ്പോൾ എലീശയുടെ മേൽ ആത്മാവ് വന്ന് അവിടെ പ്രവചിക്കുന്നതായി നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവർ, ആരാധനയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഗാനം എന്ന് പറയുന്നത്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സഭകളിലും ഗാനത്തിന് വലിയ പ്രാധാന്യമാണ്. അത് വലിയ ഒരു ശുശ്രൂഷയാണ്. അത് പലപ്പോഴും ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ പല സ്ഥലങ്ങളിലും പല ദേവാലയങ്ങളിലും അഹന്തയോടുകൂടി അല്ലെങ്കിൽ ഒരു ഞാനെന്ന ഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നതും ഗായക സംഘങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പല സഭകളിലും ആദ്യമേ ഉടലെടുക്കുന്നത് അവിടെയാണ്. അതൊരു ശുശ്രൂഷ മനോഭാവത്തോടെ ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങൾക്കും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. ദൈവത്തെയാണ് നമ്മൾ പാടുന്നതിലൂടെ നമ്മൾ ആരാധിക്കുന്നത്. സുറിയാനി സഭയുടെ ആരാധനകളിൽ നല്ലൊരു ഭാഗവും ഗാനങ്ങളാണ്. അതെല്ലാം പരിശുദ്ധ പിതാക്കന്മാർ ധ്യാന നിരതരായി ഇരുന്നപ്പോൾ അവരാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മ പ്രേരിതമായി അവർ എഴുതിയിട്ടുള്ളതാണ്. ഒരു പാട്ടിൽ തന്നെ 8 നിറം അല്ലെങ്കിൽ 8 രീതിയിൽ ഉള്ളതായ ട്യൂണുകൾ ഓരോ പാട്ടും നമ്മുടെ ആരാധനയിലെ നമുക്ക് പാടാവുന്നതാണ്. അപ്രകാരം സഭ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുകയാണ്. ഇവിടെ എലീശ പറയുന്നു, വീണ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാൾ വരികയും വീണ വായിക്കുകയും പരിശുദ്ധാത്മ പ്രേരിതമായി എലീശ അവിടെ പ്രവചിക്കുന്നു. നിങ്ങളിപ്പോൾ അടഞ്ഞിരിക്കുന്നതായ ഈ അരുവികളും ഈ തോടുകളൊക്കെ നാളെ വെള്ളം കൊണ്ട് നിറയും. അങ്ങനെ തന്നെ അത് സംഭവിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കല്ലിട്ട് മൂടിയ പ്രദേശമാണെങ്കിൽ പോലും അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വെട്ടിയിട്ട് തടസ്സപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും അവിടെ എല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് പറയുന്നതായി നമ്മൾ കാണുന്നു. അതിനുശേഷം 16 അതിൻ്റെ 16 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിൽ 21 മുതൽ അതിനുശേഷം പിന്നെ മോവാബിയരെ ഇവരോട് യുദ്ധം ചെയ്യുകയും അവരെ യുദ്ധത്തിൽ തോറ്റ് ഓടിപ്പോവുകയും ചെയ്യുന്നതായ സാഹചര്യമുണ്ട്. അന്നേരം ഈ മോവാബ് രാജാവ് തൻ്റെ മകനെ മതിലിന്മേൽ യാഗമർപ്പിച്ച കിരീടാവകാശിയായ തൻ്റെ മകനെ യാഗമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ജാതികളിലുള്ള ഒരു കാര്യമായിരുന്നല്ലോ നരഹത്യ എന്ന് പറയുക. അത് മുഖാന്തരം ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അന്നും ഇന്നും
അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ അപ്രകാരം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഹോവയെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും അങ്ങനെ ചെയ്യാനാവില്ല എന്ന് നമ്മൾ ഓർക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എലീശായെ പോലെ ശുശ്രൂഷ മനോഭാവമുള്ളവരായി ജീവിപ്പാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവെ, ആ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞാനെന്ന ഭാവത്തോടെ, അഹന്തയോടെ വിശുദ്ധ ബൈബിൾ പോലും എടുക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം തൻ്റെ ക്രൂശുമരണം വരെ, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയ, പാദം കഴുകി കാണിച്ച ആ കർത്താവിൻ്റെ ശുശ്രൂഷ, ആ സഭയിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നതെന്ന് ഓർക്കുക. ഇത് സഭാ നേതൃത്വത്തിലുള്ളവരൊക്കെയും എല്ലാ ആളുകളും, എല്ലാ വിശ്വാസികളും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രകാരം താഴ്മയുടെ, വിനയത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒരു വലിയ അനുഭവത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.